നോക്കൂ, ഇപ്പം വയനാടിനോട് അവഗണനയോ എന്ന ചോദ്യത്തിന് പൊടുന്നനെ സംഭവിച്ച ഒരു അവഗണനയാണ് ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഉം. വയനാടിനോടുള്ള അവഗണന എന്ന് പറയുന്നത് കാലാകാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്നൊരു കാര്യമാണ്. ആകെ 8 ലക്ഷം പേര് മാത്രം താമസിക്കുന്ന കേരളത്തിലെ ഏറ്റവും ജനവാസം കുറഞ്ഞ ഒരു ജില്ലയാണ്. 3 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ വയനാട് ജില്ലയിൽ. ഇവിടെ ഒരു മഹാദുരന്തത്തിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചയും നമ്മൾ ഇതേപോലെ തന്നെ 1 മണിക്കൂറോളം വിശദമായി സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. ഇവിടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ ഒരു പ്രശ്നം ഞാൻ വിചാരിക്കുന്നത് ഇതിനകത്തൊരു പൊളിറ്റിക്കൽ വില്ലിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ വയനാടിനോടുള്ള നമ്മളുടെ സമീപനം എന്താണെന്ന് ആദ്യം തീരുമാനിക്കേണ്ടതുണ്ട്. നോക്കൂ, ഒരു മെഡിക്കൽ കോളേജ് നമ്മളവിടെ സ്ഥാപിച്ചു. ആ മെഡിക്കൽ കോളേജ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഏപ്രിലും കണ്ടൊരു കാത്ത് ലാബ് അവിടെ ഉദ്ഘാടനം ചെയ്തു, കുറച്ച് കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അതൊന്നും തന്നെ അവർ പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമുള്ള യാത്ര ചുരം വഴിയാണ്. അത് നിശ്ചയമായും വലിയ ട്രാഫിക് ബ്ലോക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പം അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ദുരന്തമുണ്ടായാൽ അടുത്തൊരു സ്ഥലത്തേക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഓടിയെത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ആശാസ്യമായൊരു കാര്യമാണ്. അപ്പോൾ അവിടെ പാതകളുടെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു മെഡിക്കൽ കോളേജോ 1-2 മെഡിക്കൽ കോളേജോ വരണ്ടൊരു ജില്ലയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സമീപനം എന്തുകൊണ്ട് വയനാടിനോട് സ്വീകരിക്കുന്നു? അത് ഒരു മുന്നണിയുടെ മാത്രം പ്രശ്നമല്ല, കാലാകാലങ്ങളായി മാറി വന്ന സർക്കാരുകൾക്കെല്ലാം ഉത്തരവാദിത്വമുള്ളൊരു കാര്യമാണത്. ഒരു ജനതയെ നമ്മൾ അവഗണിച്ചിട്ടിരിക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളിൽ നൽകുന്നതിൽ പോലും. എന്നാൽ അവരാകട്ടെ ഈ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ രീതിയിൽ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം കൂടിയാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ലാഘവത്തോടെയാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തുരങ്കപാത പോലുള്ള കാര്യങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ, അതായത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്ര കാലത്തിന് മുമ്പ് വരേണ്ട കാര്യമാണ് ഈ തുരങ്കപാത അടക്കമുള്ള കാര്യങ്ങൾ. അവിടെ അത് ആരംഭിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പം ആൻഡ്രൂ സാർ അത് വളരെ വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുത്തെ സൗകര്യമില്ലായ്മയുടെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ 2015 സർക്കാരിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു 620 കോടി രൂപയുടെ പദ്ധതി അവിടെ പ്രഖ്യാപിച്ചിരുന്നു. ഒരു നിയമസഭാ കമ്മിറ്റി ഉണ്ടാക്കി പഠിച്ചിട്ട് അവിടെ ഈ പറയുന്ന വനത്തിൽ നിന്നുള്ള മൃഗങ്ങളുടെ വരവൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിന് 620 കോടി രൂപയുടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ഈ പുതിയ സർക്കാർ 7000 കോടി രൂപയുടെ ഒരു വയനാട് സ്പെഷ്യൽ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ പദ്ധതികളൊക്കെ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൻ്റെ ഗുണം ആ ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ റോഡിലൊക്കെ കണ്ടതെന്ന് പറയുന്നത് അവിടുത്തെ ഈ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ പ്രശ്നമായിട്ടാണ് ജനങ്ങൾ മുഴുവൻ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇനി നമുക്കതിനെ ലളിതമായി കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഇത്തരത്തിലുള്ളൊരു അവഗണനാ മനോഭാവം ഇനി തുടരാനും കഴിയില്ല. കാരണം അവിടെ മനുഷ്യർ മരിക്കുന്നു. ഇപ്പോൾ 17 ദിവസത്തിനുള്ളിൽ നിങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചതുപോലെ 3 മരണങ്ങൾ ഉണ്ടാവുകയാണ്. ഇനിയും അത് ആവർത്തിക്കുമെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അവിടെ നമ്മളോട് സംസാരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് രക്ഷപ്പെട്ട മനുഷ്യരെയാണ് നമ്മളവിടെ കാണുന്നത്. ഒന്നുകിൽ കാട്ടുപോത്തിന് മുന്നിൽ നിന്ന്, അല്ലെങ്കിൽ കടുവയ്ക്ക് മുന്നിൽ നിന്ന്, അല്ലെങ്കിൽ പുലിക്ക് മുന്നിൽ നിന്ന്, അല്ലെങ്കിൽ കാട്ടാനയ്ക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചെത്തിയ മനുഷ്യരാണ് ഈ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് നിമിഷവും ആളുകൾ കൊല്ലപ്പെടാവുന്നൊരു സാഹചര്യം. നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ സമീപത്തുള്ള ജില്ലയാണ്. അപ്പോൾ നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് പ്രയോറിറ്റി തീരുമാനിക്കണം. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്തൊരു പൊളിറ്റിക്കൽ വില്ലിൻ്റെ പ്രശ്നമുണ്ട്. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു സർക്കാരിൻ്റെയോ മാത്രം ബാധ്യതയല്ല. അവിടെ ആ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തുകൊണ്ട് ആ ജനതയെ സംരക്ഷിക്കാനുള്ള മുൻകൈ സർക്കാർ എടുക്കണം. അത് പ്രയോറിറ്റൈസ് ചെയ്തേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് സ്ഥിതി. അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അവിടെ ഒരു പൊളിറ്റിക്കൽ വില്ലാണ് ആവശ്യമെന്നാണ് എൻ്റെ അഭിപ്രായം ആദ്യഘട്ടത്തിൽ. ഈ Meet the editors.